ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. യുഗങ്ങളിലൂടെ ക്രിസ്തു ഭാഗം 52. സ്വർഗങ്ങൾ അനവധിയാണെങ്കിലും അവയെ മൂന്നായി വേദപഠിതാക്കൾ ചിന്തിക്കുന്നു. അതിന് കാരണം 2 കൊരിന്ത്യർ 12 അധ്യായത്തിൽ 2-3 വാക്യങ്ങളെ അടിസ്ഥാനമാക്കി പറഞ്ഞിരിക്കുന്നവയാണ്. പൗലോസ് അപ്പോസ്തലൻ കണ്ട ഒരു ദർശനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ആ വാക്യങ്ങൾ. പൗലോസ് മറ്റു ഉപദേശകന്മാരെക്കാളും അപ്പോസ്തലന്മാരെക്കാളും കൂടുതലായി ദർശനങ്ങൾ കാണുകയും മർമ്മങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. പൗലോസിൻ്റെ വാക്കുകളെ പഠിതാക്കൾ കൂടുതൽ ഏറ്റെടുത്ത് പഠനവിധേയമാക്കാറുണ്ട്. പൗലോസിൻ്റെ ആത്മീക ജീവിതത്തിലെ 14 കൊല്ലം കൊണ്ടു നടന്ന ഒരു ദർശനം രഹസ്യമായി വയ്ക്കുകയും ഇവിടെ അത് പ്രസ്താവിക്കുകയും ചെയ്തിരിക്കുന്നു. അതിങ്ങനെയാണ് 12 അധ്യായത്തിൻ്റെ 2 വാക്യം മുതൽ. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല, ദൈവം അറിയുന്നു. ആ മനുഷ്യൻ പർദീസോളം എടുക്കപ്പെട്ടു, അതും ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല എന്നാണ്. ഈ 2-ാം വാക്യത്തിൽ പറയുന്ന ക്രിസ്തുവിലുള്ളൊരു മനുഷ്യൻ അത് പൗലോസ് തന്നെയാണെന്ന് 7-ാം വാക്യത്തിൽ തെളിയുന്നു. 7-ാം വാക്യത്തിൽ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നുവെന്ന് പൗലോസ് പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 19-ാമത്തെ വാക്യത്തിൽ പൗലോസിനേറ്റ കല്ലേറിൽ താൻ മരിച്ചു എന്ന് ജനം കൂട്ടം അന്നവിടെ വിധി എഴുതിയതാണ്. അങ്ങനെ ഒരു ഭാഗത്തേക്ക് തള്ളിയതുമാണ്. ഇവിടെ പറയുന്ന സംഭവം ഗലാത്യർ 2:1 മറ്റും തനിക്കുണ്ടായ ദർശനങ്ങളോടുള്ള ബന്ധത്തിൽ പർദീസിലേക്ക് എടുക്കപ്പെട്ട ഒരു അനുഭവം ആത്മാവിലുണ്ടായതാണെന്നും വിചാരിച്ചു വരുന്നു. പൗലോസിനെ കർത്താവ് ഏൽപ്പിച്ച വലിയ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നതിന് അവനെ ബലപ്പെടുത്തുവാൻ ഈ ദർശനം മുഖാന്തരമായി തീർന്നു. സ്വർഗങ്ങളെപ്പറ്റി പല പ്രതിപാദനങ്ങളും വേദപുസ്തകത്തിലുണ്ട്. പുതിയ നിയമത്തിൽ 275 അധികം പ്രാവശ്യം സ്വർഗം എന്ന പദപ്രയോഗമുണ്ട്. മേഘങ്ങൾ ഉൾക്കൊള്ളുന്ന വായുമണ്ഡലത്തെക്കുറിച്ച് ഉൽപ്പത്തി 1-ന്റെ 1, 7, 8 ആദിയായ വാക്യങ്ങളിൽ എല്ലാം മൂലഭാഷ സ്വർഗം എന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതിനെ 1-ാം സ്വർഗം എന്ന് പറയുന്നു. നക്ഷത്രമണ്ഡലങ്ങളെ 2-ാം സ്വർഗം എന്നും വിളിക്കുന്നു. സ്വർഗാദി സ്വർഗം എന്ന് വിളിച്ചിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ ആസ്ഥാനം, അത്യുന്നത സ്വർഗം. കാണുക 1 രാജാക്കന്മാരുടെ പുസ്തകം 8-27 വാക്യവും യെശയ്യാവ് 14-13 വാക്യങ്ങളും. കർത്താവ് സ്വർഗങ്ങളിൽ കൂടെ കടന്നുപോയി എന്ന് എബ്രായർ 4:14 സ്വർഗാദി സ്വർഗത്തിന് മീതെ കയറി എന്ന് എഫെസ് 4:10 പറയുന്നു. പർദീസ എന്നത് പേർഷ്യൻ വാക്കാണ്. അതിന് പൂന്തോട്ടം, സന്തോഷത്തിൻ്റെ ഇരിപ്പിടം എന്നെല്ലാം അർത്ഥമുണ്ട്. 3-ാം സ്വർഗം എന്ന പ്രയോഗം അതിൻ്റെ ഔന്നത്യത്തെയും പർദീസ എന്ന പ്രയോഗം അതിൻ്റെ മഹത്വത്തെയും കാണിക്കുന്നു. പുതിയ നിയമത്തിൽ ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായത്തിൽ 43 വെളിപ്പാട് 2:7 ഈ വാക്യങ്ങളിലും പർദീസ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. പേർഷ്യൻ രാജാക്കന്മാർ പർദീസ എന്ന് പറയുന്ന അവരുടെ ഉദ്യാനത്തിൽ അത്യുന്നത അതിഥികളെ മാത്രമേ സ്വീകരിച്ചു വന്നിരുന്നുള്ളൂ. ഇന്നും ഈ സമ്പ്രദായം പല രാജ്യങ്ങളിലും നിലവിലുള്ളത് ഒരു ഉപമയായി സൂചിപ്പിക്കുന്നു. ഇവിടെ പർദീസായിൽ പൗലോസ് കേട്ട കാര്യങ്ങൾ മറ്റുള്ളവരോട് വെളിപ്പെടുത്തുവാൻ പാടില്ലാത്തതോ ആവശ്യമില്ലാത്തതോ അനുവാദമില്ലാത്തതോ ആയിരുന്നതുകൊണ്ടാകണം കഴിഞ്ഞ 14 വർഷങ്ങൾ പൗലോസ് ഇത് രഹസ്യമായി സൂക്ഷിച്ചിരുന്നത്. താൻ കേട്ട കാര്യങ്ങൾ ആത്മാവിൽ ഗ്രഹിച്ചുവെങ്കിലും ആ വാക്കുകൾ ആവർത്തിക്കാൻ തനിക്ക് പിന്നീട് കഴിയുമായിരുന്നില്ല. അതിലനേകം വെളിപ്പാടുകൾ ഉൾക്കൊണ്ടിരുന്നതുകൊണ്ടാകാം അങ്ങനെ രഹസ്യമായി സൂക്ഷിച്ചത്. ശരീരത്തിൽ നിന്നും വേർപെടുന്ന ആത്മാവ് ഇല്ലാതാകുന്നില്ല എന്ന് വായനക്കാരന് മനസ്സിലാക്കാൻ വേണ്ടിയും കൂടെയാണ് ഇക്കാര്യങ്ങൾ താൻ എഴുതിയത്. ശരീരത്തിൽ നിന്നും വേർപെടുന്ന ആത്മാവ് ബ്രഹ്മത്തിൽ ലയിച്ചു ചേരുന്നു അല്ലെങ്കിൽ സായുജ്യം അടയുന്നു എന്ന് പറയുന്നവർക്കുള്ള മറുപടി കൂടിയാണ് ഈ വാക്യങ്ങൾ. അതുപോലെ 2 കൊരിന്ത്യർ 12-ന്റെ 2-3 വാക്യങ്ങളിൽ നോക്കുമ്പോൾ സ്വർഗങ്ങൾ 3-ൽ കുറവല്ല എന്ന് മാത്രം നമുക്ക് സംശയരഹിതമായി ചിന്തിക്കാവുന്നതേ ഉള്ളൂ. മേഘമണ്ഡലത്തെയും നക്ഷത്രമണ്ഡലത്തെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണോ പൗലോസ് അപ്പോസ്തലൻ അത് പറഞ്ഞിരിക്കുന്നതെന്നും തെളിവല്ല. എങ്കിലും യഹൂദന്മാർ ഇവ 3ആയിട്ട് വിഭജിച്ച് പറയുന്നുണ്ട്. അത് ഇവണ്ണമാണ്: 1 വായുമണ്ഡലം അഥവാ അന്തരീക്ഷം, 2 സൂര്യചന്ദ്ര നക്ഷത്ര മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന ആകാശവിധാനം, 3-ാമത്തേത് ദൈവവും ദൂതന്മാരും അധിവസിക്കുന്ന ഏറ്റവും മുകളിലത്തെ അത്യുന്നത സ്വർഗം. ഇവയ്ക്ക് വ്യക്തമായ വാക്യ തെളിവുകൾ അസന്നിഗ്ധമായി കൊടുക്കുവാൻ പ്രയാസമെങ്കിലും യഹൂദ വിശ്വാസം തെറ്റല്ലെന്ന് ന്യായമായി ചിന്തിച്ചു വരുന്നു. ആകയാൽ പ്രധാനമായി 3 ഭാഗങ്ങളുള്ളതായി ഇവയെ വേർതിരിച്ച് നമുക്ക് പഠിക്കാവുന്നതുമാണ്. അവയിലാദ്യത്തേതാണ് ആകാശത്തട്ടുകൾ. ഉൽപ്പത്തി 1-ന്റെ 1, എബ്രായർ 1-ന്റെ 10,
സങ്കീർത്തനം 102:25 ഈ ഭാഗങ്ങളിൽ ഭൂമിയോട് ചേർത്ത് ആകാശങ്ങൾ എന്ന് പറയുന്നു. അവ നശിക്കുമെന്നും പറയുന്നുണ്ട്. തന്നിമിത്തം ഭൂമണ്ഡലത്തോട് ചേർന്ന് നിൽക്കുന്ന ആകാശത്തട്ടുകളെക്കുറിച്ചാണ് ആ ഭാഗങ്ങളിൽ പറഞ്ഞതെന്ന് മനസ്സിലാക്കുക. തുടർന്ന് അടുത്ത ഭാഗത്തേക്ക് വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.